ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രക്കായും ബീഫും കൊണ്ടുള്ളൊരു കറിയാണ്. അതിനുവേണ്ടി 1/2 കിലോ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കായെല്ലാം അരിഞ്ഞ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കറ പോകാനാണ് ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. കറിയൊക്കെ പോയതിന് ശേഷം അത് 2-3 പ്രാവശ്യം കഴുകി ഒരു കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലടിച്ചാൽ വേകും. 4 സവോള, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. 3 ഏലക്ക, 2 കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, ഇത്രയും ഇട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് ഞാൻ അതൊക്കെ ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരു ചീനിച്ചട്ടിയിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ സവോളയും പച്ചമുളകും ഒന്ന് അതിലിട്ട് വഴറ്റിയെടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് 1 മിനിറ്റ് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇറച്ചി മസാലയാണ് ചേർത്തിരിക്കുന്നത്. ഇത് കൂടാതെ തേങ്ങയിലും നമ്മൾ പെരിഞ്ചീരകവും കറുവപ്പട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായി 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഒരു പാത്രം വെച്ചതിന് ശേഷം ഈ ബീഫ് വേവിച്ചതും കായ വേവിച്ചതും കൂടെ എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. കായയും ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് ചെറുതായി തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കുക. തിളപ്പിച്ചാറിയ വെള്ളം വേണം ചേർക്കാൻ. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കുക.
ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോൾ അത് നിർത്താവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബീഫും കായും കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്